ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISROയിലേക്ക് ഇപ്പോൾ സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയിലേക്കാണ് ഇപ്പോൾ BTech, BE യോഗ്യത ഉള്ളവരിൽ നിന്നും സയന്റിസ്റ്റ്, എഞ്ചിനീയർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. വന്നിട്ടുള്ള പോസ്റ്റുകൾ പരിശോധിക്കാം. സയന്റിസ്റ്റ്, എഞ്ചിനീയർ SC ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് 113 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ മിനിമം 65% മാർക്കോട് കൂടിയ BEയോ BTechോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. സയന്റിസ്റ്റ്, എഞ്ചിനീയർ SC മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് 160 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 65% മാർക്കോട് കൂടിയ BE ഓർ BTech ആണ്. സയന്റിസ്റ്റ്, എഞ്ചിനീയർ SC കമ്പ്യൂട്ടർ സയൻസ് എന്ന പോസ്റ്റിലേക്ക് 44 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലുള്ള മിനിമം 65% മാർക്കോട് കൂടിയ BEയോ BTechോ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. PWBD കാൻഡിഡേറ്റ്സിനെ കാറ്റഗറിയായി തിരിച്ച് കാറ്റഗറി വൈസ് ഉള്ള ഒഴിവുകളും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. PWBD കാൻഡിഡേറ്റ്സിന് എവിടെയൊക്കെയാണ് ഒഴിവുകൾ വരുന്നത് എന്നുള്ളതും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. BE, BTech യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. 31/8/2025 മുൻപായിട്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാവും. 28 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 16/6/2025 വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നുണ്ടായിരിക്കുക. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും എക്സ് സർവീസ്മാൻ കാറ്റഗറിയിലുള്ളവർക്കും PWBD കാൻഡിഡേറ്റ്സിനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഒരു കാൻഡിഡേറ്റിന് ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ എക്സാം സെന്റർ സെയിം തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ആപ്ലിക്കേഷനും സെപ്പറേറ്റ് എക്സാം ഫീ ഉണ്ടായിരിക്കുന്നതാണ്. ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 27/5/2025 മുതൽ 16/6/2025 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. ടോട്ടൽ 750 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. വുമൺ, SC, ST, PWBD, എക്സ് സർവീസ്മാൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് എക്സാം ഫീ യാതൊന്നും തന്നെ വരുന്നില്ല. 750 രൂപയിൽ 500 രൂപ എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ്. റീഫണ്ട് ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും അപ്ലിക്കേഷനിൽ തന്നെ ചോദിക്കുന്നതാണ്. കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് റിഫ്രഷ് ചെയ്യാനോ ബാക്ക് ബട്ടൺ അടിക്കാനോ ശ്രമിക്കരുത്. അത് സെക്ഷൻ തന്നെ ഒഴിവാകുന്നതിന് കാരണമാവുന്നതാണ്. റിട്ടേൺ എക്സാമിന് അറ്റൻഡ് ചെയ്യാത്തവർക്ക് 500 രൂപ റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതല്ല. 11 സിറ്റീസിലായിട്ടാണ് എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അഹമ്മദാബാദ്, ബാംഗ്ലൂരു, ഭോപ്പാൽ, ചെന്നൈ, ഗുവാഹത്തി, ഹൈദരാബാദ്, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, ന്യൂഡൽഹി, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. 100 ക്വസ്റ്റ്യൻ വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടേൺ എക്സാമാണ് ഇതിലേക്ക് വരുന്നത്. റിട്ടേൺ എക്സാമിൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ എക്സാമിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് ഇൻ്റർവ്യൂവിന് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത്. റിട്ടേൺ എക്സാമിൻ്റെ ക്വാളിഫയിങ് ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് 50 മാർക്കും റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് 40 മാർക്കുമാണ്. സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ SC എന്ന ഈ പോസ്റ്റിലേക്ക് 56,100 രൂപയാണ് ബേസിക് സാലറി ആയിട്ട് വരുന്നത്. ബേസിക് സാലറിക്ക് പുറമെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള എല്ലാവിധ അലവൻസുകളും എംപ്ലോയിക്ക് ലഭിക്കുന്നതാണ്. ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ISROയുടെ എവിടെ വേണമെങ്കിലും അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്നുകൂടെ പരിശോധിക്കാം. 27/5/2025 മുതലാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 16/6/2025 ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള അവസാന തീയതി 18/6/2025 ആയിരിക്കും. ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. BE അല്ലെങ്കിൽ BTech യോഗ്യതയുള്ളവർക്ക് ISROയിൽ ജോലി ലഭിക്കുന്നതിന് മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ. യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി മുഴുവനായും വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.